ലോകത്തിലെ ഏറ്റവും വിലയേറിയ ലോഹമെന്ന വിശേഷണം പ്ലാറ്റിനത്തിന് നഷ്ടമായി. സ്വർണം അതിൻ്റെ രാജപദവിയിൽ എന്നും പുത്തൻ കിരീടങ്ങൾ ചൂടുകയാണ്. എൻ്റെ പൊന്നെ എന്ന് അമ്പരന്ന് നിൽക്കുന്ന സാധാരണക്കാർക്ക് മുന്നിൽ മണി വാച്ചിൻ്റെ മറ്റൊരു അധ്യായം. കഴിഞ്ഞ ഒരു ദശകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക വിശേഷം എന്താണെന്ന് ചോദിച്ചാൽ സ്വർണമെന്ന മഞ്ഞലോഹത്തിൻ്റെ കത്തിക്കയറുന്ന വിലക്കയറ്റം തന്നെയാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 6 ഇരട്ടിയാണ് സ്വർണത്തിന് വില വർദ്ധിച്ചത്. വിലക്കയറ്റത്തിൻ്റെ ഏണിയിൽ സ്വർണം ഇങ്ങനെ കയറി പോകുന്നത് എന്തുകൊണ്ടാണ്? കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ മിന്നൽ വേഗത്തിലാണ് സ്വർണ്ണവില കുതിച്ചുയർന്നത്. 2002 ജനുവരിയിൽ 3416 രൂപയായിരുന്ന സ്വർണ്ണവില 10 വർഷം കൊണ്ട് 6 മടങ്ങായാണ് വർദ്ധിച്ചത്. 2011 ഓഗസ്റ്റ് 19 പവൻ വില ചരിത്രത്തിലാദ്യമായി 20,000 രൂപ ഭേദിച്ചു. അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും നിലനിൽക്കുന്ന സാമ്പത്തിക മാന്ദ്യമാണ് സ്വർണത്തിന് തിളക്കം കൂട്ടുന്നത്. ലോകരാജ്യങ്ങളിൽ പലരും ഖജനാവിലേക്ക് സ്വർണം വാങ്ങിക്കൂട്ടുകയാണ്. അന്താരാഷ്ട്ര നാണയനിധിയുടെ കണക്കനുസരിച്ച് വിവിധ രാജ്യങ്ങളിലെ കേന്ദ്ര ബാങ്കുകൾ ചേർന്ന് 439.7 ടൺ സ്വർണമാണ് 2011 കരുതൽ ശേഖരത്തിലേക്ക് വാങ്ങിക്കൂട്ടിയത്. ഇതിനു പുറമെ പ്രത്യേക ഏജൻസി വഴി ചൈനയും സ്വർണം വാങ്ങിക്കൂട്ടുന്നുണ്ട്. നിലവിൽ ഇന്ത്യൻ ഖജനാവിൽ 557.75 ടൺ സ്വർണമുണ്ട്. ഇതിന്റെ മൂല്യം ഏതാണ്ട് 1.45 ലക്ഷം കോടി രൂപ വരും. നിക്ഷേപമെന്ന നിലയിലും വ്യക്തികൾ സ്വർണത്തിലേക്ക് തിരിയുകയാണ്. ക്രൂഡ് ഓയിൽ വിലവർദ്ധനവും സ്വർണത്തിന് സഹായകമാകുന്നു. ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കുന്നത് പണപ്പെരുപ്പത്തിന് കാരണമാകും. പണപ്പെരുപ്പം നേരിടാനുള്ള ഏറ്റവും സുരക്ഷിതമായ നിക്ഷേപ മാർഗമാണ് സ്വർണം. ആവശ്യക്കാർ കൂടുന്നുണ്ടെങ്കിലും ഉത്പാദനം വർദ്ധിക്കുന്നില്ല എന്നതും സ്വർണത്തിന്റെ പ്രിയം കൂട്ടുന്നു. ബിസിനസ് ഡെസ്ക് ന്യൂസ്. സ്വർണത്തിനിങ്ങനെ വിലയേറുമ്പോൾ നമ്മുടെ ആഭരണ സങ്കല്പങ്ങൾ വെള്ളിയിലേക്ക് വഴിമാറുന്നു. സ്വർണത്തിൻ്റെ ഫാഷനുകളെ വെല്ലുന്ന വെള്ളി ആഭരണങ്ങൾ ഇപ്പോൾ വിപണി കീഴടക്കി കഴിഞ്ഞു. നമ്മുടെ ആഭരണ സ്വപ്നങ്ങളെയും സങ്കല്പങ്ങളെയും സ്വർണമണിയിക്കുകയും മലയാളിയുടെ കിനാവുകളിൽ തങ്കം പൂശുകയും ചെയ്തിരുന്ന കാലം മറയുകയാണോ? ഭീതിപ്പെടുത്തുന്ന സ്വർണവിലയുടെ ഇക്കാലത്ത് മലയാളി തന്റെ ആഭരണ സങ്കല്പങ്ങൾ വെള്ളിയിൽ നെയ്തെടുത്തു തുടങ്ങിയിരിക്കുന്നു. വെള്ളി ആഭരണ വിപണിയിൽ വർദ്ധിച്ചുവരുന്ന മലയാളിയുടെ താൽപര്യം ഈ യാഥാർത്ഥ്യത്തിന് അടിവരയിടുകയാണ്. സ്വർണ്ണാഭരണ ഡിസൈനുകളെ വെല്ലുന്ന ട്രെൻഡി ട്രഡീഷണലുകൾ വെള്ളിയാഭരണങ്ങൾക്ക് വിപണിയിൽ ആവശ്യക്കാർ ഏറെയാണ്. വർഷങ്ങൾക്ക് മുമ്പ് യൂറോപ്യൻ ഗൾഫ് നാടുകളിൽ വെള്ളിയാഭരണങ്ങൾക്ക് നല്ല പ്രചാരം ലഭിച്ചിരുന്നു. 3 വർഷങ്ങൾക്ക് മുമ്പാണ് വെള്ളിയാഭരണശാലകൾ കേരളത്തിലെ മെട്രോ നഗരങ്ങളിൽ എത്തി തുടങ്ങിയത്. ഗോൾഡ് ഓർണമെന്റ്സ് ഒരു പ്രൈസിന്റെ ഒരു ഹൈക്ക് കാരണം ഇപ്പം നോർമലി ഒരു മിഡിൽ ആവറേജ് പീപ്പിൾക്കൊന്നും ഒരിക്കലും അതിൽ അക്സസിബിൾ ആയിട്ടുള്ളൊരു പ്രൈസ് അല്ല. പിന്നെ അതർ ഫാൻസി ജ്വല്ലറി അപേക്ഷിച്ച് സിൽവറിനൊരു റീസെയിൽ വാല്യൂ ഉണ്ട്. ഈസിലി ബയബിൾ ആണ്. പ്രൊഡക്റ്റ് റേഞ്ച് എല്ലാ കാറ്റഗറിയിലും ഉണ്ട്. നമുക്ക് സ്റ്റാർട്ടിങ് ഫ്രം 200 ഓൺവേർഡ്സ് വി വിൽ ഗെറ്റ് ഗുഡ് പ്രോഡക്ട്സ് ഇൻ ഈച്ച് സെഗ്മെൻറ്റ്. ഇയറിംഗ് ആയാലും റിംഗ് ആയാലും പെൻഡൻ സെഗ്മെൻ്റ് ആയാലും ഏതിലും ഉണ്ട്, നമുക്ക് ആക്സസിബിൾ ആണ്. 92.5 സ്റ്റെർലിംഗ് ഗുണമേന്മയോടെയുള്ള പ്ലാറ്റിനം ഫിനിഷ് വെള്ളിയാഭരണങ്ങൾക്കാണ് ഇന്ന് വിപണിയിൽ പ്രിയം. നെക്ലേസുകൾ, ബ്രേസ്ലെറ്റുകൾ, പെൻഡന്റുകൾ, വളകൾ, മോതിരങ്ങൾ തുടങ്ങി എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ വെള്ളിയിൽ ലഭ്യമാണ്. സാധാരണ ഫാഷനുകളെ കൂടാതെ വെഡ്ഡിംഗ് ബാൻഡ്, വെഡ്ഡിംഗ് സെറ്റുകളുടെ വൈവിധ്യമാർന്ന ശേഖരവും ഇക്കൂട്ടത്തിലുണ്ട്. ജ്വല്ലറിയിൽ ഏതൊക്കെ സെഗ്മെൻറ്റ് ഗോൾഡിൽ കാണാവോ അതിൻ്റെ ഒരു പടി മേലെ നമുക്ക് സിൽവറിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് ഇറ്റാലിയൻ ഡിസൈൻസ് ആണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും, ഭയങ്കര ട്രെൻഡി ഡിസൈൻസ് ആയിരിക്കും. ടീനേജേഴ്സിന് കുറച്ചുകൂടി ഇപ്പം ഒരു അട്രാക്റ്റീവായിട്ട് തോന്നുന്ന കുറച്ച് ഡിസൈൻസ് ആണത്. ജയ്പൂർ, ആഗ്ര, ഡൽഹി, മുംബൈ എന്നിവിടങ്ങളിൽ നിന്നും ഇറ്റലി, UK, ഹോങ്കോങ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുമാണ് ആഭരണങ്ങൾ കേരള വിപണിയിലെത്തുന്നത്. ടീനേജ് വിഭാഗങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ആഭരണങ്ങൾക്ക് വലിയ പ്രതികരണമാണ് ലഭിക്കുന്നത്.
വെള്ളി ആഭരണങ്ങൾക്ക് പുറമെ ഹാൻഡ്മെയ്ഡ് പേപ്പർ ജ്വല്ലറി, ഫാബ്രിക്, പോളിമർ ക്ലേ ആഭരണങ്ങളും സ്വർണത്തെ മറികടന്ന് കേരള വിപണിയിൽ ട്രെൻഡാവുകയാണ്. വിലക്കയറ്റത്തിന്റെ ഈ വാർത്തകൾക്കിടയിൽ വീട്ടമ്മമാർക്ക് ആശ്വാസം നൽകുന്ന ഒരു വിശേഷം. കൺസ്യൂമർ ഫെഡിന്റെ ന്യായവില പച്ചക്കറി വിൽപ്പന പൊതുവിപണിയിലെ പച്ചക്കറി വില പിടിച്ചു നിർത്തിയിരിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ 30% പച്ചക്കറി വിലയിൽ കുറവുണ്ടായത്. പച്ചക്കറി വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് കൺസ്യൂമർ ഫെഡിന്റെ ന്യായവില വിൽപ്പന കേന്ദ്രങ്ങൾ 14 ജില്ലാ കേന്ദ്രങ്ങളിലും പ്രവർത്തനം ആരംഭിച്ചത്. പ്രവർത്തനം തുടങ്ങി ഒരാഴ്ച പിന്നിടുമ്പോൾ സർക്കാർ ഉദ്ദേശിച്ച ലക്ഷ്യത്തോടടുക്കുകയാണ് കൺസ്യൂമർ ഫെഡിന്റെ പച്ചക്കറി വിൽപ്പന കേന്ദ്രങ്ങൾ. 140 നിയോജക മണ്ഡലങ്ങളിലും ഇതിനകം പ്രവർത്തനം ആരംഭിച്ച പച്ചക്കറി വിൽപ്പന കേന്ദ്രങ്ങളിൽ ക്രമാതീതമായ തിരക്കാണ്. 10 മുതൽ 50% വരെ വിലക്കുറവിലെന്ന കൺസ്യൂമർ ഫെഡിന്റെ വാഗ്ദാനം സാധാരണക്കാരെ ഇവിടേക്ക് ആകർഷിക്കുന്നതിനൊപ്പം പൊതുവിപണിയിലെ പച്ചക്കറി വില പരമാവധി കുറയ്ക്കുന്നതിനും സഹായിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന്, വെണ്ടയ്ക്ക കൺസ്യൂമർ ഫെഡിൽ കിലോഗ്രാമിന് 10 രൂപയ്ക്ക് നൽകിയപ്പോഴും പൊതുവിപണിയിൽ വെണ്ടയ്ക്കയുടെ വില 17 രൂപയുടെ അടുത്തായിരുന്നു. ഇപ്പോൾ പൊതുവിപണിയിൽ വെണ്ടയ്ക്ക കിലോയ്ക്ക് 11 രൂപ നൽകിയാൽ മതി. കൺസ്യൂമർ ഫെഡ് വഴി വലിയ ഉള്ളി 9 രൂപയ്ക്ക് ലഭിച്ചു തുടങ്ങിയപ്പോൾ പൊതുവിപണിയിൽ ഉള്ളിയുടെ വില താഴ്ന്ന് 12 അടുത്തു. പച്ചമുളക്, പടവലം, കത്തിരിക്ക എന്നിവയുടെ വിലയിലും കാര്യമായ കുറവാണ് അനുഭവപ്പെടുന്നത്. 15 അവശ്യ പച്ചക്കറികൾ കൺസ്യൂമർ ഫെഡിന്റെ വിപണന കേന്ദ്രങ്ങൾ വഴി വിതരണം ചെയ്യുമ്പോൾ വിൽപ്പനയിലും റെക്കോർഡ് നേട്ടമാണ് സ്ഥാപനം കൈവരിച്ചിട്ടുള്ളത്. ഓരോ ജില്ലാ കേന്ദ്രങ്ങളിലും 4 ലക്ഷത്തിലധികം രൂപയുടെ വിൽപ്പനയാണ് 5 ദിവസം കൊണ്ട് കൺസ്യൂമർ ഫെഡ് നേടിയത്. പരമാവധി നാടൻ പച്ചക്കറികൾ ശേഖരിച്ച് വിൽപ്പന നടത്തുന്നതിനൊപ്പം തമിഴ്നാട്ടിൽ നിന്നുള്ള പച്ചക്കറിയും കൺസ്യൂമർ ഫെഡ് കേരളത്തിലെത്തിക്കുന്നുണ്ട്. കൺസ്യൂമർ ഫെഡിന്റെ ന്യായവില പച്ചക്കറി വിപണന കേന്ദ്രങ്ങൾ പൊതുവിപണിയിലെ പച്ചക്കറി വിലക്കയറ്റം നിയന്ത്രിക്കുന്നതുവരെ തുടരുമെന്നാണ് സഹകരണ വകുപ്പും അറിയിച്ചിട്ടുള്ളത്. ജയ്ഹിന്ദ് ന്യൂസ്, തിരുവനന്തപുരം. തൊഴിൽ രംഗത്ത് ഏറെ സാധ്യതകളുള്ള കോഴ്സാണ് കമ്പനി സെക്രട്ടറി കോഴ്സ്. ഇതിന്റെ സാധ്യതകളെക്കുറിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടേഴ്സ് ഓഫ് ഇന്ത്യ പ്രസിഡന്റ് ശ്രീ മേസർ അഹമ്മദ് മണി വാച്ചിനോട്. ഇന്ത്യയിൽ കമ്പനി സെക്രട്ടറിയുടെ സാധ്യത വളരെയേറെയാണ്. ഓരോ വർഷവും ആരംഭിക്കുന്ന ബിസിനസ് സ്ഥാപനങ്ങളിലും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലും കമ്പനി സെക്രട്ടറിമാരുടെ സ്ഥാനം അനിവാര്യമാണ്. എന്നാൽ കമ്പനി സെക്രട്ടറിക്കുള്ള വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ചും പഠന പദ്ധതികളെക്കുറിച്ചും പലർക്കും അറിവില്ല. Once the student become a company secretary, he has been recognized by the law to act as a company secretary in a company having his capital of rupees 5 crore or more. That is a mandatory requirement of having a company secretary in a company. The company secretary is a principal officer of the company. As per the law, various statutes of the country recognize the profession of company secretary and the members of the company secretary institute. When I say as principal officer, his job is to regulate and to see this internal management, compliances of various laws applicable to the company, and also to report and advise the board of directors from time to time about the development happening around an economic scenario. ഒരു കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ് കമ്പനി സെക്രട്ടറി. സ്ഥാപനത്തിന്റെ നയരൂപീകരണത്തിൽ കമ്പനി സെക്രട്ടറിക്ക് സുപ്രധാനമായ സ്ഥാനമുണ്ട്. ഉയർന്ന ശമ്പളവും ഇതിന്റെ ആകർഷണീയതയാണ്. This is the very high level interaction with the board level immediately after the company becoming a company secretary. Emoluments are also going to be very, very remunerative. So company secretary is, as I mentioned to you, it's very close to the board level, board of directors. This is the highest body of the organization. No other profession can give this kind of interaction with the management of the board. And the salary is also very high. Starting salary somewhere 3 to 5 lakhs, but then he can go up to any level after some times. പാർലമെന്റ് പാസാക്കിയിട്ടുള്ള കമ്പനി സെക്രട്ടറി ആക്ട് അനുസരിച്ചാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ICSIക്ക് 4 മേഖലാ കൗൺസിലുകളും 68 ചാപ്റ്ററുകളുമുണ്ട്. ഇതിൽ 5 ചാപ്റ്ററുകൾ കേരളത്തിലാണ്. മറ്റു കോഴ്സുകളേക്കാൾ കമ്പനി സെക്രട്ടറി കോഴ്സിന് പഠന ചെലവും കുറവാണ്. This is absolutely smallest amount you have to expend for pursuing this course. Total amount as per calculation roughly around 25,000 rupees to
complete this course. ഒരു വർഷം രാജ്യത്തെ 2500 മുതൽ 2700 വരെ വിദ്യാർത്ഥികളാണ് കമ്പനി സെക്രട്ടറി പഠനം പൂർത്തിയാക്കി പുറത്തുവരുന്നത്. 3 വർഷം കൊണ്ട് ഈ കോഴ്സ് പൂർത്തീകരിക്കാൻ കഴിയും. ബിസിനസ് ഡെസ്ക് ജെഹ് ന്യൂസ്. നമ്മുടെ പരമ്പരാഗത വ്യവസായമാണ് കൈത്തറി. എന്നാൽ പുറം വസ്ത്രങ്ങളുടെ വരവോടെ കൈത്തറി മേഖല പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. ബാലരാമപുരത്തെ കൈത്തറി ഗ്രാമത്തിന്റെ സങ്കടങ്ങൾ. പാരമ്പര്യത്തിന്റെ പകിട്ട് വിളിച്ചോതുന്ന ബാലരാമപുരം കൈത്തറി വിപണികളിൽ നിന്ന് അപ്രത്യക്ഷമായി തുടങ്ങി. നെയ്ത്ത് മേഖലയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അധികാരികൾ വരുത്തിയ വീഴ്ചയാണ് ഈ മേഖലയെ പ്രതിസന്ധിയിലേക്ക് നയിക്കുന്നത്. ഈ തുണിത്തരങ്ങളുടെ ചാരുതയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ ജീവിതം ദുരിതപൂർണമായി തുടരുന്നു. തുച്ഛമായ വേതനവും വാഗ്ദാനങ്ങളിൽ അവസാനിക്കുന്ന ആനുകൂല്യങ്ങളുമാണ് ഇവരുടെ ജീവിതം പടുകുഴിയിലേക്ക് നയിക്കുന്നത്. ഒരു ദിവസം പകലന്തിയോളം പണിയെടുത്താൽ ലഭിക്കുന്നത് 150 രൂപ മാത്രമാണെന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു. ഉപജീവനത്തിനായി മറ്റൊരു പണിയും അറിഞ്ഞുകൂടാത്തതിനാലാണ് ഇവർ ഈ തൊഴിലിനെ ആശ്രയിക്കുന്നത്. നെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ 10 ദിവസത്തെ ജോലി കിട്ടി അവരങ്ങോട്ട് പോകും. മനസ്സിലായില്ല. അപ്പം 7000, 8000 രൂപ കൊടുത്ത് പാവെടുത്ത് വെച്ചിരിക്കുന്ന ഓണറിന് നഷ്ടമാണത്. അപ്പം ഞാനും ആ തൊഴിലുറപ്പ് പദ്ധതിയിലുള്ളതാണ്. ഞാൻ പോകില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഇതുകൊണ്ട് ജീവിക്കണം. നമുക്ക് എന്നും ഇത് വന്ന് ജോലി ചെയ്താൽ 100 രൂപ നമ്മുടെ കയ്യിൽ കിട്ടും. അപ്പം നമ്മളിത് കളഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മളിതിലേക്ക് തന്നെയല്ല വരണം. അത് പേടിച്ച് ഞാൻ തൊഴിലുറപ്പ് ജോലിക്ക് പോവില്ല. പിന്നെ ഇവിടെ വന്ന് നെയ്യണം, എല്ലാവരുടെയും കൂടെ സഹകരിച്ച് അങ്ങനെ നമ്മളങ്ങ് പോകണം. നെയ്ത്തുശാലകളിൽ 20 വർഷത്തിലേറെയായി പണിയെടുക്കുന്നവർ ബാലരാമപുരത്തുണ്ട്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള കസവു പുടവകൾ നമ്മുടെ വിപണി കീഴടക്കിക്കൊണ്ടിരിക്കുന്നതിനാൽ ഇവരുടെ ജീവിതം ഇരുട്ടിൽ തപ്പുകയാണ്. ഒരു ദിവസം 100-നോ 150 രൂപയ്ക്ക് ജോലി ചെയ്തിരുന്നാലും ശരാശരി കണക്കാക്കുമ്പോൾ എനിക്ക് 75 രൂപ കിട്ടുന്നതെന്ന് എനിക്കറിഞ്ഞില്ല. അതിൽ കിട്ടിയതുകൊണ്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ അപ്പുറത്ത് ജീവിച്ച് കടം വലിച്ചിട്ടാൽ ഞങ്ങൾക്ക് കൊടുത്തു തീർക്കാൻ കഴിയില്ല. 2 മക്കളുണ്ട് പഠിക്കുന്ന, അവരെ പഠിപ്പിക്കണം. മറ്റു കാര്യങ്ങളൊക്കെ നോക്കി വരുമ്പോൾ വളരെ തുച്ഛമായ തുക കൊണ്ട് മാത്രമേ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. വളരെ സങ്കടമാണ്, വളരെ സങ്കടം. ആനുകൂല്യങ്ങൾ ലഭിക്കാത്തതും ഈ കുടിൽ വ്യവസായത്തിന്റെ തകർച്ചയ്ക്ക് കാരണമാകുന്നു. തുണികളുടെ ഊടുംപാവും നെയ്തെടുക്കുന്ന ഈ പരമ്പരാഗത തൊഴിലാളികൾക്ക് ജീവിതത്തിന്റെ ഇഴകളിപ്പോൾ തുന്നിച്ചേർക്കാനാകുന്നില്ല. നെയ്ത്ത് മേഖലയിലെ തൊഴിലാളികളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കേണ്ട സൊസൈറ്റികളും ഈ തൊഴിലാളികളെ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ബിസിനസ് ഡെസ്ക് ജെഹ് ന്യൂസ്. ആർത്തലച്ചു വരുന്ന ഈ തിരമാലകൾ പോലെയാണ് ഓഹരി വിപണിയും. ചിലപ്പോൾ ഇങ്ങ് കയറി വരും, അതേ വേഗത്തിൽ മറ്റു ചിലപ്പോൾ ഇറങ്ങിപ്പോകുകയും ചെയ്യും. ഈ ആഴ്ചയിലെ ഓഹരി വിപണി അവലോകനവുമായി ഹെഡ്ജ് ഇക്വിറ്റി സിഇഒ എൻ ഭുവനചന്ദ്രൻ. ഇന്ന് മാർക്കറ്റ് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് രേഖപ്പെടുത്തിയത്. നിഫ്റ്റി 84 പോയിന്റ് ബെറ്ററായി, ഓൾമോസ്റ്റ് 1.6% ബെറ്റർ ആയിരുന്നു. 5139 ക്ലോസിംഗ് രേഖപ്പെടുത്തിയത്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ക്ലോസിംഗ് ആണ്. ഒരു ക്രൂഷ്യൽ റെസിസ്റ്റൻസ് ലെവലിലാണ് ക്ലോസിംഗ് ഫ്രൈഡേ രേഖപ്പെടുത്തിയത്. ഈ ഒരു അപ്പ് മൂവിന് പ്രധാന കാരണം, ഒന്ന്, എല്ലാ സെക്ടറിലും ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കണ്ടിരുന്നു. അതിന്റെ പ്രധാന റീസൺ മൺഡേ വരുന്ന RBIയുടെ പോളിസി തന്നെയാണ്. 50 ബേസിസ് പോയിന്റ് ഒരു കട്ട് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന്റെ റിഫ്ലക്ഷനാണ് ഫ്രൈഡേ മാർക്കറ്റിൽ ഈ റാലിക്ക് പ്രധാന കാരണം. അതുകൂടാതെ യൂറോപ്പിൽ നിന്നും US-ൽ നിന്നും വന്ന ന്യൂസുകളെല്ലാം തന്നെ വളരെ പോസിറ്റീവായിരുന്നു. യൂറോപ്പ് മാർക്കറ്റ് എല്ലാം തന്നെ 1%-അടുത്ത് ബെറ്റർ ആണ്. അതുപോലെ ഗ്ലോബലി ജാഗോർ ലാൻഡ് റോവറിന്റെ സെയിൽസ് ഇംപ്രൂവ് ചെയ്ത് 10%-അടുത്ത് ബെറ്റർ ആയിരുന്നു ഇവരുടെ ഓട്ടോമൊബൈൽ സെയിൽസ്. അതൊരു പോസിറ്റീവ് മൊമെന്റം ഓട്ടോമൊബൈൽ സെക്ടറിൽ എല്ലാം തന്നെ ഉണ്ടായി. 5%-അടുത്താണ് ടാറ്റ മോട്ടോഴ്സ് അപ്പർ സൈഡിലേക്ക് മൂവ് ചെയ്തത്. അതുപോലെ തന്നെ ബാങ്കിങ് സ്റ്റോക്കുകളെല്ലാം തന്നെ ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്തു. അതുപോലെ ഓട്ടോമൊബൈൽ സെക്ടറിൽ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള മൊമെന്റമാണ് ഫ്രൈഡേ കണ്ടത്. അതിന്റെ റീസൺ ഈ ജാഗോർ ലാൻഡ് റോവറിന്റെ മൊമെന്റ് തന്നെയായിരുന്നു.
അതുപോലെ എല്ലാ സെക്ടറിലും ഒരു അഗ്രസീവ് ബൈയിങ് ഇൻട്രസ്റ്റ് കാണുന്നത് നമ്മൾ കണ്ടു. അത് വരാനിരിക്കുന്ന 18th മൺഡേ വരാനിരിക്കുന്ന RBIയുടെ ക്രെഡിറ്റ് പോളിസിയിൽ തന്നെയാണ് പ്രധാനമായും മാർക്കറ്റ് ഫോക്കസ് ചെയ്യുന്നത്. ആ ക്രെഡിറ്റ് പോളിസി അതല്ലെങ്കിൽ 50 ബേസിസ് പോയിന്റ് കട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് ഫർദർ അപ്പ് മൂവ് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഫ്രൈഡേ മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് മൊമെന്റം ക്രിയേറ്റ് ചെയ്യാൻ മാർക്കറ്റിന് കഴിഞ്ഞു. ഫ്രൈഡേ എല്ലാ സെക്ടറിലും ഒരു അപ്പ് മൂവ് ഉണ്ടായിരുന്നു. ടാറ്റ മോട്ടോഴ്സ് 6%, അതുപോലെ ഗ്രാസിംഗ് 5%, അതുപോലെ സ്റ്റെർലൈറ്റ്, ബജാജ് ഓട്ടോ പോലെയുള്ള സ്റ്റോക്കുകൾ ഡൗൺ സൈഡിലേക്ക് മൂവ് ചെയ്തിരുന്നു. അതുപോലെ ബാങ്കിംഗ് സെക്ടർ ICICI ബാങ്ക് 3% ബെറ്റർ ആയിരുന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്കിംഗ് സെക്ടർ എല്ലാം തന്നെ ഒരു പോസിറ്റീവ് മൊമെന്റം ഉണ്ടായി. അതിന്റെ ഒരു പ്രധാന റീസൺ ഈ RBIയുടെ റേറ്റ് കട്ട് പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു അപ്പ് മൂവ് തന്നെയായിരുന്നു. ടാറ്റ മോട്ടോഴ്സും വളരെയധികം ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്തു. ലാസ്റ്റ് റിസൾട്ടിന് ശേഷം ലാസ്റ്റ് മന്ത് ഗ്ലോബലി തന്നെ ടാറ്റ മോട്ടോഴ്സിന്റെ സെയിൽസ് വളരെയധികം ലോവർ ലെവലിലേക്ക് പോയിരുന്നു. അതിന്റെ റിഫ്ലക്ഷനും അതുപോലെ റിസൾട്ട് മോശമായിരുന്നു. അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിരുന്നു 300 ലെവലിൽ നിന്നും ഒരവസരത്തിൽ 215 ലെവൽ വരെ ടാറ്റ മോട്ടോഴ്സിന്റെ ഷെയർ പ്രൈസ് മൂവ് ചെയ്തിരുന്നു. എന്നാൽ ഈ മാസം വന്ന ഫിഗർ വളരെ പോസിറ്റീവ് ഫിഗറിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇന്ന് ഫ്രൈഡേ മാത്രം 6% ടാറ്റ മോട്ടോഴ്സ് ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്യാൻ കാരണമായത്. ഓവറോൾ മാർക്കറ്റ് ഒരു പോസിറ്റീവ് മൊമെന്റം ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. പോസിറ്റീവ് ക്ലോസിംഗ് ലഭിച്ചു. ഇനി മൺഡേ വരുന്ന ക്രെഡിറ്റ് പോളിസി മാർക്കറ്റ് ഏത് ലെവലിലേക്ക് പോകണമെന്ന് തീരുമാനിക്കും. ഇനി കമ്പോള നിലവാരം, വിപണിയിലെ ഏറ്റവും പുതിയ വിലകളും വിശേഷങ്ങളും. വെളിച്ചെണ്ണ 300 രൂപയുടെ നേട്ടത്തിൽ 6150 ഉയർന്നു. കാലവർഷത്തിന്റെ വൈകിയുള്ള രംഗപ്രവേശനവും സർക്കാർ ഏജൻസിയുടെ കൊപ്ര സംഭരണവും നാളികേരോൽപ്പന്ന വിപണിയുടെ ദിശ തിരിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. മഴ കൊപ്ര സംസ്കരണത്തിന് തടസ്സമാകുന്ന സാഹചര്യത്തിൽ സ്റ്റോക്കിന് മെച്ചപ്പെട്ട വില ഉറപ്പുവരുത്താനാകും. കൊച്ചിയിൽ 3850 നിന്ന് 4100 കൊപ്ര വില കയറി. തമിഴ്നാട്ടിൽ 4465 രൂപ വരെ നൽകി ചരക്ക് ലേലം കൊള്ളാൻ ഇടപാടുകാർ താൽപര്യം കാണിച്ചു. മാറിയ കാലാവസ്ഥ നാളികേരോൽപ്പന്നങ്ങളുടെ വിലക്കയറ്റം ശക്തമാക്കുമെന്ന വിശ്വാസത്തിലാണ് ഒരു വിഭാഗം വ്യാപാരികൾ. പാമോയിൽ വില 6130 നിന്ന് 5940 വാരാന്ത്യം വിടിഞ്ഞു. അന്താരാഷ്ട്ര വിപണിയിൽ റബ്ബർ 30 മാസത്തിനിടയിലെ താഴ്ന്ന റേഞ്ചിൽ നിന്ന് ഉയരാനുള്ള ഘടനാശ്രമത്തിലാണ്. ജപ്പാൻ, സിംഗപ്പൂർ, ചൈനീസ് മാർക്കറ്റുകളിൽ റബ്ബറിന്റെ അവധി വിലയിലെ ഇടിവാണ് ഉൽപാദന രാജ്യങ്ങളെ പ്രതിസന്ധിയിലാക്കിയത്. തായ്ലൻഡ്, ഇന്തോനേഷ്യ, മലേഷ്യ, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിലെ റബ്ബർ കർഷകർ ഇതുമൂലം സാമ്പത്തിക ഞെരുക്കത്തിലാണ്. എങ്കിലും വൈകാതെ ഉൽപ്പന്നം ശ്രദ്ധിക്കപ്പെടുമെന്ന് തന്നെയാണ് ഉത്പാദകരുടെ കണക്കുകൂട്ടൽ. ഇതിനിടയിൽ കേരളത്തിലെ സ്റ്റോക്കിസ്റ്റുകൾ ചരക്ക് നീക്കം നിയന്ത്രിച്ചത് വൻ പ്രതിസന്ധിയിൽ നിന്ന് താൽക്കാലികമായി വിപണിക്ക് താങ്ങായി. 4ാം ഗ്രേഡ് 18800 നിന്ന് 18400 വാരമധ്യം ഇടിഞ്ഞെങ്കിലും ശനിയാഴ്ച നിരക്ക് 18600 5ാം ഗ്രേഡ് റബ്ബർ 18000 രൂപയിലും ലാറ്റക്സിന് 12200 വ്യാപാരം നടന്നു. കുരുമുളക് വിപണി നിയന്ത്രണം ഊഹക്കച്ചവടക്കാരിലേക്ക് നീങ്ങിയതോടെ വില നിത്യേന വൻതോതിൽ കയറിയിറങ്ങി. ഉൽപ്പന്ന വിലയിലെ ചാഞ്ചാട്ടം മൂലം പല കയറ്റുമതിക്കാരും വിദേശ ഓർഡറുകൾ ഉറപ്പിക്കാൻ ഉത്സാഹം കാണിച്ചില്ല. വിദേശ കരാറുകൾ ഒപ്പുവെച്ചാൽ ചരക്ക് സംഭരണം കൂടുതൽ ക്ലേശകരമാകുമെന്ന ആശങ്കയിലാണിവർ. രാജ്യാന്തര വിപണിയിൽ ഇന്ത്യൻ നിരക്ക് ടണ്ണിന് $7500. കൊച്ചിയിൽ ഗാർബിൾഡ് കുരുമുളക് വില 600 രൂപ വർദ്ധിച്ച് 39,800 രൂപയിലാണ്. ബിസിനസ് ഡെസ്ക് ജെഹ്നോസ്. സാമ്പത്തിക രംഗത്തെ മാറ്റങ്ങൾ ഒരു നാടിന്റെ മാറ്റമാണ്. നാടിന്റെ മാറ്റം അവിടുത്തെ ജനതയുടെ മാറ്റമാണ്. മാറ്റങ്ങളുടെ നേർചിത്രവുമായി മണി വാച്ചിനി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. പ്രൊഡ്യൂസർ മണി വാച്ച്, ജയ്ഹിന്ദ് TV, കരിമ്പനാല ആർക്കേഡ്, ഈസ്റ്റ് ഫോർട്ട്, തിരുവനന്തപുരം 23. SMS വഴി നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ അറിയിക്കാം. 9947035135. അടുത്തയാഴ്ച കാണും വരേക്കും നമസ്കാരം.